ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ തന്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ഉറച്ച് ശാരദ ആ വീടിന്റെ പടി ഇറങ്ങുകയാണ് കേട്ടോ. തന്റെ മക്കളെ പറ്റി ചിന്തിക്കാതെയുള്ള ആ അമ്മയുടെ പടിയിറക്കം എന്താകുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതേസമയം കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കാവേരി എഴുന്നേക്കുക. അമ്മ ഇത് എവിടെ പോയി? അമ്മയെ കാണുന്നില്ലല്ലോ. ഈശ്വര, അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്തോ എന്നൊക്കെ കാവേരിക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. അപ്പം അടുത്ത് കിടന്ന് ഗംഗയെ വിളിച്ചേൽപ്പിക്കും. ചേച്ചി എഴുന്നേക്ക്, ഗംഗേച്ചി ഞാൻ വിളിക്കുന്ന കേൾക്കുന്നില്ലേ, എഴുന്നേക്ക്. എന്താടി എന്ന് ചോദിച്ചാൽ അപ്പോൾ പയ്യെ ഗംഗ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുക. എന്താടി, എന്തിനാ നീ ഈ രാത്രി എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചേ? ദേ വന്നേ ചേച്ചി, അമ്മയെ കാണുന്നില്ല. അമ്മയെ കാണുന്നില്ലെന്നോ? അതെ, ദോ നോക്ക്, നമ്മുടെ കൂടെ കിടന്ന് അമ്മയെ കാണുന്നില്ല ചേച്ചി. എനിക്ക് പേടിയാവുക. ഇന്ന് സുജാതാപ്പച്ചിയുടെ പെരുമാറ്റവും വീട് നഷ്ടപ്പെട്ടതും എല്ലാം കൂടി അമ്മ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും കടുങ്കൈ ചെയ്തോന്നാ. ചേച്ചി വന്നേ, ഇവരെവിടെ കിടന്ന് ഉറങ്ങട്ടെ, നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് ഗംഗയും കാവേരിയും കൂടി പുറത്തോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം നോക്കും. അപ്പോൾ അമ്മയെ കാണുന്നില്ല. ഈ രാത്രി വിനീതിനെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതി അവർ രണ്ടുപേരും കൂടി വീടിനകത്തെല്ലാം നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ പുറത്തോട്ട് അങ്ങ് പോകുമ്പോഴത്തേക്കും മുറ്റത്തായിട്ട് ശാരദ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം കാവേരി സമാധാനത്തോടെ ഒന്ന് ദീർഘനിശ്വാസം വിടുക. എന്നിട്ട് ഓടി അമ്മയുടെ അടുത്തേക്ക് രണ്ടുപേരോട് ചെല്ലുക. അമ്മ ഇത് എന്ത് പണിയാണ് കാണിച്ചത്? അമ്മ എന്താ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇവിടേക്ക് പോകുന്നത്? എന്താ അമ്മേ? മോളെ, എനിക്കൊന്നും പറ്റുന്നില്ല മോളെ, എനിക്ക് ഉറക്കം വരുന്നില്ല, ഒന്ന് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല, എനിക്ക് മരിക്കാനൊക്കെ തോന്നുന്നേ, അപ്പുറയുള്ള കുന്നിൻ്റെ മുകളിൽ നിന്ന് പോയി ചാടാനാ തോന്നുന്നേ. അമ്മ എന്തൊക്കെയായി പറയുന്നേ? നമുക്ക് ഒരു ബുദ്ധിമുട്ട് വന്നെന്നും കരുതി അപ്പോഴേ അമ്മ മരിക്കാനാണോ തീരുമാനിക്കുന്നത്? ഞങ്ങൾക്ക് പിന്നെ ആരാ അമ്മ ഉള്ളത്? അച്ഛൻ്റെ നഷ്ടം തന്നെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അമ്മയും കൂടി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങളത് എങ്ങനെ തരണം ചെയ്യുമെന്ന് അമ്മ ചിന്തിച്ചോ? നിങ്ങളെപ്പറ്റി ഓർത്തപ്പം ഈ അമ്മ മരിക്കണ്ടെന്ന് വിചാരിച്ച് ഇവിടെ വന്നിരുന്നതാ. ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ ഇരുന്നതാ മോളെ എന്ന് പറയുകയാണേ. അത് കേൾക്കുമ്പോഴത്തേക്കും ഗംഗയും കാവേരിയും കൂടി ശാരദയെ കെട്ടിപ്പിടിച്ച് കരയുക. അമ്മ എന്തൊക്കെയായി ചിന്തിച്ച് കൂട്ടുന്നേ? അമ്മയ്ക്ക് ഞങ്ങൾ 4 പേരും ഇല്ലേ? എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുന്നിൽ തെളിയാതിരിക്കില്ല അമ്മേ. ദൈവം നമ്മളെ അങ്ങനെ കൈവിടില്ല. അച്ഛൻ്റെ ആത്മാവും നമ്മുടെ കൂടെയുണ്ട്. അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അറിഞ്ഞാൽ പോലും അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് കാവേരി ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഗംഗയും പറയും, അമ്മ എന്ത് ബുദ്ധിമോശോ ചെയ്യാൻ പോയത്? അമ്മ ഇങ്ങനെ ചിന്തിക്കുന്നതിന് മുന്നേ ഞങ്ങളെപ്പറ്റി ആലോചിച്ചോ? നിങ്ങളെപ്പറ്റി ആലോചിച്ചതുകൊണ്ടാണ് മക്കളെ ഞാനിപ്പോൾ ഇവിടെ ജീവനോടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ശാരദ ഈ ജീവിതം എന്നേ അവസാനിപ്പിച്ചേനെ എന്നും പറഞ്ഞ് തിണ്ണലോട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തൊട്ടടുത്തായിട്ട് കാവേരി ഗംഗയും ഇരിക്കുക. അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ അമ്മേ, എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുന്നിൽ തെളിയാതിരിക്കില്ല എന്ന് കാവേരി പറഞ്ഞ് മനസ്സിലാക്കുക. ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ പോയി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചാൽ അതിനെ സമയം കാണത്തുള്ളൂ. ഈ പ്രതിസന്ധികളൊക്കെ നമ്മൾ തരണം ചെയ്യും. അതിനൊരു വഴി ദൈവം നമ്മുടെ മുന്നിൽ കാണിച്ചു തരും. ഒരു വഴി ഇല്ലല്ലോ മോളെ, നീ ഇന്ന് ജയപാലേട്ടൻ്റെ അടുത്ത് പോയി സംസാരിച്ചിട്ടും ഒരു വഴിയും തെളിഞ്ഞില്ലല്ലോ. നമ്മളെ ഇനി ആര് സഹായിക്കാനാ? നമ്മൾ തന്നെ സഹായിക്കും അമ്മേ. അമ്മ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കുക. എന്തെങ്കിലും ഒരു വഴി നമുക്ക് മുന്നിൽ തെളിയാതിരിക്കുക എന്ന് കാവേരി പറയണം കേട്ടോ. അപ്പൊ ശാരദ അവർക്ക് മുന്നിൽ ഇരുന്ന് കരയുവാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ നിളയും യമുനയും എഴുന്നേൽക്കുക. അപ്പോൾ ചേച്ചിമാരെയും അമ്മയും കാണാതാകുമ്പം യമുനയ്ക്ക് ടെൻഷൻ ആവുക. അപ്പോൾ യമുനയാണെങ്കിൽ നിളയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് വരുമ്പം അവരെല്ലാവരും അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ സമാധാനത്തോടെ അങ്ങോട്ട് ചെല്ലുക. നിങ്ങളിത് എന്ത് പണിയാണ് കാണിച്ചത്? ഞങ്ങളോട് പറയാതെ എന്താ ഇവിടെ വന്നിരുന്നത്? നിള പറയും, ഞാൻ പേടിച്ചു പോയ അമ്മേ, എനിക്ക് പേടിയാ. മോൾ എന്തിനാ പേടിക്കുന്നത്? ഞങ്ങൾ ചൂട് കാരണം ഇവിടെ വന്നിരുന്നതല്ലേ, നിങ്ങൾ ഉറങ്ങുമായതുകൊണ്ട് വിളിക്കാതിരുന്നതാ എന്നപ്പം ഗംഗ പറയൂ കേട്ടോ. അപ്പം ഗംഗയുടെ അടുത്തേക്ക് പോയി നമ്മുടെ നിളയും യമുനയും ഒക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പം ശാരദയ്ക്ക് സങ്കടം വരിക. അപ്പം ശാരദ പറയും, എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഒരിക്കലും വരരുത്. എനിക്ക് വിദ്യാഭ്യാസവും പഠിത്തവും ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ നമുക്ക് ഈ അവസ്ഥ വന്നത്. അച്ഛൻ അയച്ചു തരുന്ന കാശിൻ്റെ കാര്യമോ കണക്കോ ഒന്നും എനിക്ക് നോക്കാൻ അറിയത്തില്ലായിരുന്നു. അച്ഛനൊരു 100 തവണ എന്നോട് പറഞ്ഞതാ എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് എടുക്കണമെന്ന്. ഞാനാ പിന്നെ ആട്ടെ എന്നും പറഞ്ഞ് അത് നീട്ടിക്കൊണ്ട് പോയത്. ഇപ്പം എനിക്ക് കുറച്ച് അറിവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ അവസ്ഥ വരത്തില്ലായിരുന്നല്ലോ. അച്ഛൻ്റെ എല്ലാ കണക്കും കാര്യങ്ങളും എനിക്ക് നോക്കാമായിരുന്നല്ലോ എന്ന് ശാരദ പറയാണ് കേട്ടോ. നിങ്ങളെങ്കിലും നന്നായിട്ട് പഠിക്കണം. ഒരു രീതി പറഞ്ഞാൽ അരവിന്ദേട്ടനെ ദൈവം വിളിച്ച സമയത്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മതിയായിരുന്നു. നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അവസ്ഥയൊന്നും വരില്ലായിരുന്നു മക്കളെ എന്നും പറഞ്ഞ് ശാരദ കരയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കാവേരിക്കും ഗംഗയ്ക്കും എല്ലാവർക്കും സങ്കടം വരിക. അപ്പോൾ കാവേരി പറയും, അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, അച്ഛൻ നഷ്ടപ്പെട്ടാലും അമ്മ നഷ്ടപ്പെട്ടാലും ഒക്കെ ഞങ്ങൾക്ക് ദുഃഖം ഒരുപോലെ അല്ല അമ്മേ. ഇപ്പോൾ അമ്മയെങ്കിലും ഞങ്ങൾക്കുണ്ട്. അമ്മ ഈ മരണത്തിൻ്റെ കാര്യം വിട്ടിട്ട് ഇനി നമുക്ക് മുന്നോട്ട് എങ്ങനെ ജീവിക്കാമെന്നാണ് ചിന്തിക്കേണ്ടത് എന്ന് പറയാം. യമുന കോളേജിൽ പോയിട്ട് എത്ര ദിവസമായി, അതുപോലെ നിളയും സ്കൂളിൽ പോക്കും മുടങ്ങിയില്ലേ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഒരു 2-3 ദിവസം കൂടി സാവകാശം എന്തെങ്കിലും ഒരു വഴി നമുക്ക് കണ്ടെത്താം അമ്മേ എന്ന് കാവേരി അപ്പോൾ പറയാണ്. അപ്പോൾ ഗംഗ പറയും,
എന്താ നിന്റെ മനസ്സിൽ, നമ്മൾ എത്ര ദിവസമെന്ന് വെച്ചാൽ അപ്പച്ചിയുടെ ഈ വീട്ടിൽ ജീവിക്കുക? അപ്പം നീള പറയും, നമ്മളിവിടെ നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല അപ്പച്ചിക്ക്, ഇന്ന് തന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്, എനിക്കതൊക്കെ കേട്ടപ്പം ഒത്തിരി സങ്കടമായി എന്ന് പറയാണ്. അപ്പം ഇവരുടെ ഈ സംസാരം കേട്ടുണ്ട് വിനീത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം വിനീത് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നില്ല. അപ്പം വിനീതിന് ഭയങ്കര കുറ്റബോധം തോന്നുക. താനാണല്ലോ അവരെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, എന്നിട്ട് അവർക്കൊരു സമാധാനം പോലും തൻ്റെ വീട്ടിൽ കിട്ടുന്നില്ലല്ലോ. കാവേരി പറയുന്നുണ്ട്, അമ്മേ അവരുടെ അടുത്തേക്ക് ചെല്ലാതെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല, നാളെ തന്നെ ഞാൻ ബാങ്കിൽ പോകാം, എന്നിട്ട് നമുക്ക് അച്ഛൻ എത്ര രൂപ അടയ്ക്കാനുണ്ട് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ബാങ്ക് മാനേജറോട് കയറി സംസാരിക്കാം, എന്താ കാര്യങ്ങളെന്നൊക്കെ അറിഞ്ഞിരിക്കാലോ എന്ന് പറയാണ്. അപ്പോൾ ഗംഗ പറയും, അതെ അമ്മേ, ജയബാലങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനി ഒന്നും സഹായം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി നാളെ തന്നെ ബാങ്കിൽ പോയി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാം, പൈസ എത്ര വേണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നിട്ട് വേണം ബാക്കി നമുക്ക് തീരുമാനിക്കാൻ എന്ന് ഗംഗ പറയും കേട്ടോ. അപ്പോൾ ശാരദ പറയും, വലിയൊരു തുക തന്നെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്ന് ഉണ്ടാക്കാനാ മോളെ, നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ, അച്ഛൻ്റെ അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ വല്ലോ അമ്മയ്ക്ക് അറിയാമോ അമ്മേ എന്നപ്പോൾ കാവേരി ചോദിക്കും. എനിക്കൊന്നും അറിയില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളും എനിക്കറിയില്ല മക്കളെ, ഞാനൊന്നും ചോദിക്കാറില്ലായിരുന്നു, അരവിന്ദേട്ടൻ എന്നോടടുത്ത് പറയാറുമില്ലായിരുന്നു എന്ന് പറയാം. എങ്കിലും ഇത് പിന്നെ സാരമില്ലമ്മേ, പോട്ടെ, ഞാൻ എന്തായാലും നാളെ പോയി ബാങ്കിൽ പോയി ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം എന്ന് കാവേരി പറയാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പം ശാരദയ്ക്ക് ഒരു ആശ്വാസം തോന്നുവാണ്, തങ്ങളെ കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാൻ പറ്റും എന്നൊരു ചിന്ത ശാരദയുടെ മനസ്സിലേക്ക് വരികയാണ് കേട്ടോ. അപ്പം ഗംഗ പറയും, രാത്രി ഒരുപാടായി, നമുക്ക് പോയി കിടക്കാം, നാളെ ഞങ്ങൾ പോയി ബാങ്കിൽ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരാം, അമ്മ ഇപ്പോൾ സമാധാനത്തോടെ ഇരിക്കുക, 2 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താം അമ്മ, ഇവിടെ സങ്കടപ്പെട്ടുകൊണ്ട് ആരെങ്കിലും സഹായിക്കാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ കാവേരിയും പറയും, അത് ഗംഗേശ് പറയുന്നത് വളരെ ശരിയാ, ഇനി ജയബാലങ്ങൾ സഹായിക്കുന്ന എനിക്ക് തോന്നുന്നില്ല, കുറച്ച് കാശ് തന്ന് സഹായിക്കാവുന്ന ചോദിച്ചപ്പോൾ തന്നെ ജയബാലങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, കുറച്ച് ടൈറ്റ് ആണെന്നാ പറഞ്ഞത്. അപ്പൊ പെട്ടെന്ന് ശാരദ പറയും, ജയബാലേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിയല്ല കാശ്, അല്ലാതെ എപ്പോഴും നമ്മുടെ കാര്യവും ചിന്തിച്ചുകൊണ്ട് നടക്കാൻ ജയബാലേട്ടൻ എവിടെയാ സമയം എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പം കാവേരി പിന്നെ കൂടുതലായിട്ടൊന്നും പറയാൻ നിൽക്കില്ല. പിറ്റേ ദിവസം തന്നെ കടയിൽ എത്തുന്ന വിനീത് ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നിവിൻ അങ്ങോട്ട് വരിക, നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഏയ് ഒന്നുമില്ലടാ, നീ എന്താ പ്രശ്നമെന്ന് പറ, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ പരിഹരിക്കാം, ഇത് നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യമൊന്നും അല്ല നിവിനെ, ഞാൻ അമ്മായിനെയും മക്കളെയും എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയത്, എൻ്റെ അമ്മ ഇത്ര മോശമായിട്ട് അവരോട് പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലടാ, ആഹാരം കഴിക്കാൻ പോലും അവരെ സമ്മതിക്കുന്നില്ല, അമ്മ അതിനും കണക്ക് പറയുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുക, അമ്മായി ഇന്നലെ ആഹാരം കഴിക്കാതെയാടാ കിടന്നത്, അവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാതെ എങ്ങനെയെങ്കിലും ഒരു വീട് സംഘടിപ്പിച്ച് മാറ്റിയാൽ മതിയായിരുന്നെന്ന് എനിക്കിപ്പോൾ തോന്നുക, നീ ഇങ്ങനെ സങ്കടപ്പെടലേ, നീ നിന്റെ നല്ല മനസ്സിനാ അവരെയും കൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോയത്, പക്ഷെ നിന്റെ അമ്മയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നീ വെറുതെ വിഷമിച്ചിട്ട് എന്താ കാര്യം, നിന്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും, നീ ഒരു തെറ്റും ഇവിടെ ചെയ്തിട്ടില്ലല്ലോ എന്ന് നിവിൻ പറയാം. എങ്കിലും നിളമോള് വരെയും എത്ര സങ്കടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയാവോ, ഇന്നലെ ഞാൻ അവർക്ക് ആഹാരം മേടിച്ചുകൊണ്ട് പോയതിനു ശേഷം അവർ വല്ലതും കഴിക്കുന്നത്, അമ്മ ഒന്നും കഴിക്കാൻ അവരെ സമ്മതിക്കില്ല, ഉണ്ടാക്കി കൊടുക്കും, പക്ഷെ കുറ്റപ്പെടുത്തലുകളാ, അത് കേട്ടാൽ ആർക്കായാലും ആഹാരം കഴിക്കാൻ തോന്നുമോ നിവിനെ എന്ന് വിനീത് പറയാം. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണം, എങ്ങനെ ജീവിച്ചിരുന്നവരാടാ ഇപ്പം എൻ്റെ വീട്ടിൽ വെറും അഭയാർത്ഥികളെ പോലെ വന്ന് കിടക്കുന്നു, ഇതൊന്നും കാണാൻ എനിക്ക് വയ്യടാ എന്നും പറഞ്ഞ് വിനീത് സങ്കടപ്പെട്ട് നിൽക്കുക. നീ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, എന്തെങ്കിലും കാര്യം മുന്നോട്ട് ചിന്തിക്കുക വേണ്ടത്, അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന്, അല്ലാതെ ഇങ്ങനെ സങ്കടപ്പെട്ടാൽ അത് ഒരിടത്തും എത്താൻ പോകുന്നില്ല എന്ന് പറയണം കേട്ടോ. അപ്പോൾ വിനീതിനും അങ്ങ് ശരിയാണെന്ന് തോന്നുവാണേ. അപ്പം നമ്മുടെ ഗംഗയും കാവേരിയും കൂടി രാവിലെ തന്നെ ബാങ്കിൽ പോകാനായിട്ട് വരിക. അപ്പോൾ വിനീതിൻ്റെ കടയിൽ കയറും കേട്ടോ കാവേരി. അപ്പോൾ കാവേരിയോട് വിനീത് ചോദിക്കും, നിങ്ങളിത് എങ്ങോട്ടാ? ഞങ്ങൾ ബാങ്കിൽ വരാൻ പോകാൻ തീരുമാനിച്ചിരിക്കുക വിനീതേട്ടാ, അവിടെ പോയി ബാങ്ക് മാനേജറെ കണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാലോ, അല്ലാതെ ജയബാലങ്ങൾ പറയുന്നതും കേട്ടോണ്ടിരുന്ന ഒന്നും നീക്കുപോക്ക് ഉണ്ടാകാൻ പോകുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോഴാണ് നിവിൻ അവിടെ നിൽക്കുന്നത് കാണുന്നത്, ജയബാലൻ്റെ അനന്തരവനാണല്ലോ നിവിന്. അപ്പോൾ അങ്ങനെ പറഞ്ഞത് ഓർക്കുമ്പം കാവേരി പെട്ടെന്ന് വിഷയം മാറ്റും. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ എത്രയെന്നും കരുതിയാൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ അന്വേഷിച്ചിറങ്ങണ്ടേ എന്ന് പറയാം. അപ്പം വിനീത് പറയും, വേണ്ട, നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടി വരാം എന്ന് പറയാണ്. ഏയ് അത് കുഴപ്പമില്ല, ഞാനും ഗംഗേച്ചും കൂടി പോയി കാര്യങ്ങൾ തിരക്കാം വിനീതേട്ടാ, വിനീതേട്ടന് കടയിൽ തിരക്കുള്ള സമയമല്ലേ, ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചേക്കാം എന്ന് പറയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി നേരെ ബാങ്കിലേക്കാണ് പോകുന്നത്. അവിടെ കയറി ബാങ്ക് മാനേജറോട് സംസാരിക്കാം. അപ്പം ബാങ്ക് മാനേജറുടെ സംസാരത്തിലൊന്നും ഇവരോട് യാതൊരു താല്പര്യവും ഇല്ലാത്ത പോലെയാണ് കേട്ടോ സംസാരിക്കുന്നത്. എങ്കിലും കാര്യങ്ങളൊക്കെ പറയാണ്. ഏകദേശം
5 ലക്ഷം രൂപയോളം കെട്ടിവെക്കണം, എങ്കിൽ മാത്രമേ വീട് തിരിച്ച് കിട്ടുള്ളൂ എന്നൊക്കെ പറയാം. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കും കാവേരിക്കും ഗംഗയ്ക്കും ഒരുപാട് സങ്കടം വരികയാണ് കേട്ടോ. അവർ വളരെ വിഷമത്തോടു കൂടിയ ബാങ്കിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പം ഗംഗ ചോദിക്കും, ഇത്രയും വലിയൊരു തുക നമ്മൾ ഇനി എവിടെ പോയി ഉണ്ടാക്കാനാ? എനിക്കറിയില്ല ചേച്ചി, നമുക്ക് വീട്ടിൽ പോയി ചിന്തിക്കാം, അമ്മയോട് ഇത് പറയുക തന്നെ വേണം, അല്ലാതെ ഇപ്പം എങ്ങനെയാ? അപ്പം ഗംഗ പറയും, അതെ, അമ്മയും ആ കാര്യങ്ങളൊക്കെ അറിയട്ടെ, എന്തേലും ഒരു വഴി നമ്മുടെ മുന്നിൽ തെളിയാതിരിക്കില്ല എന്നും പറഞ്ഞ് രണ്ടുപേരുടെ അവിടെ നിന്ന് പോവാട്ടോ. അപ്പം ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്.